പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ സമ്മതിദാനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന വിഷയം വനിതകളും തെരഞ്ഞെടുപ്പും എന്നതാണ്. 18ാം ലോക്സഭയിലേക്ക് വോട്ട് ചെയ്യുന്ന വോട്ടർമാരിൽ ഏതാണ്ട് 41 കോടി സ്ത്രീകളാണ്. കേരളത്തിലെ 2.77 കോടി വോട്ടർമാരിൽ പകുതിയിലധികം സ്ത്രീകളാണ്. നിയമനിർമ്മാണ സഭകളിലേക്ക് 33% സംവരണം കാണിച്ചുകൊണ്ടുള്ള ബിൽ പാസ്സായതിനു ശേഷം നടക്കുന്ന ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയാണ് ഈ തെരഞ്ഞെടുപ്പിനുള്ളത്. സ്ത്രീകളെ കരുതേണ്ടത് ഇങ്ങനെയാണോ? സ്ത്രീ സ്ഥാനാർത്ഥികൾ മതിയായ രീതിയിലുണ്ടോ? പ്രകടന പത്രികകൾ സ്ത്രീകൾക്ക് നൽകുന്ന വാഗ്ദാനം എങ്ങനെ? സ്ത്രീ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നു? ആർക്ക് വോട്ട് ചെയ്യും? ആർക്കാണ് കൂടുതൽ സ്വാധീനം സ്ത്രീകളിൽ ചെലുത്താനാവുക? പരിശോധിക്കുന്നു. സ്വാഗതം. നമുക്കൊപ്പം കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ദീപ പങ്കെടുക്കുന്നു. മഹിളാ കോൺഗ്രസ് പ്രതിനിധിയാണ്. ഒപ്പം CPM-നെ പ്രതിനിധീകരിച്ച് ഗായത്രി ബാബു ഉണ്ട്. BJP-യെ പ്രതിനിധീകരിച്ച് മഹിളാ മോർച്ചയുടെ പ്രതിനിധി രാഗേന്ദുവും നമുക്കൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നു. നമുക്കൊപ്പം കുറേയധികം അതിഥികൾ നമുക്കൊപ്പം ചേരുകയാണ്. നമുക്ക് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് സ്വയം ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് വനിതാ സ്ഥാനാർത്ഥികൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറയാൻ അവകാശപ്പെടാൻ കാരണങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ നമുക്കതൊരു വളരെ പ്രാഥമികമായി 1 മിനിറ്റിൽ അതൊന്ന് വിശദീകരിക്കാം. ആദ്യം ദീപ പറഞ്ഞോളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വനിതാ സ്ഥാനാർത്ഥികൾ എന്നതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ UDF-ന്റെ സ്ഥാനാർത്ഥികൾക്ക് കേരളത്തിൽ വോട്ട് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. കാരണം UDF-ന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകൾക്ക് ഉള്ള സംരക്ഷണത്തിനും സ്ത്രീകൾക്കുള്ള എല്ലാവിധത്തിലുള്ള പ്രൊട്ടക്ഷനുമുള്ള ഒരു വോട്ടായിരിക്കും സ്ത്രീകൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക്. അത് പുരുഷന്മാർക്കായാലും ഞങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥിയാണ് വനിതാ സ്ഥാനാർത്ഥി ഉള്ളത്, ശ്രീമതി കുമാരി രമ്യ ഹരിദാസ്. അപ്പോൾ രമ്യ ഹരിദാസിന് ചെയ്താലും ഞങ്ങളുടെ മറ്റുള്ള UDF-ന്റെ 19 പുരുഷ സ്ഥാനാർത്ഥികൾക്ക് ചെയ്താലും അത് സ്ത്രീകൾക്കുള്ള വോട്ട് തന്നെയായിരിക്കും. സ്ത്രീകളുടെ സംരക്ഷണത്തിനും ഉന്നമനത്തിനും വേണ്ടിയുള്ള വോട്ട് തന്നെയായിരിക്കും. ഇന്ദിരാഗാന്ധിയെ പോലെ ശക്തയായ ഒരു പ്രധാനമന്ത്രിയെ ഇന്ത്യക്ക് സമ്മാനിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീർച്ചയായും സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് സ്ത്രീപക്ഷ രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യയിൽ. ശരി. എന്തുകൊണ്ട് CPM-ന് സ്ത്രീകൾ വോട്ട് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? CPM-ന് സ്ത്രീകൾ മാത്രമല്ല, പൊതുവിൽ കേരളത്തിലെ മുഴുവൻ ജനതയും കേരളത്തിലെ CPM-ഉം LDF-ന്റെയും സ്ഥാനാർത്ഥികൾക്ക് പരിപൂർണമായ അവരുടെ സമ്മതിദാന അവകാശം നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം സ്ത്രീകൾക്കുമേൽ പൊതുവായി CPM-ന് സ്ത്രീകളുടെ സുരക്ഷയ്ക്കും ഉന്നമനത്തിനുമായി നൽകാൻ കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞ ഒരു 7-8 വർഷ കാലഘട്ടത്തിലെ കാര്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. 1957-ലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്ന കാലഘട്ടം മുതൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും LDF-ന് അവകാശപ്പെടാൻ സാധിക്കുന്ന ഒന്നാണ്. അത് ഭൂമി ഉൾപ്പെടെ ഇപ്പോൾ സ്ത്രീകൾക്ക് മാത്രമായുള്ള പദ്ധതികൾ എന്നത് പരിശോധിക്കുന്നതിനപ്പുറം അതിനോടൊപ്പവും നമുക്ക് ആളുകൾക്ക് അല്ലെങ്കിൽ തൊഴിലാളികൾക്ക്, കർഷകന് ഭൂമി നൽകാൻ കഴിയുന്നതും എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസവും സൗജന്യ ആരോഗ്യവും ഉറപ്പുവരുത്താൻ കഴിയുന്ന ഏക സംസ്ഥാനം എന്ന നിലയിൽ ഈ സംസ്ഥാനത്തിലെ ഇടതുപക്ഷ സർക്കാരുകൾക്ക് വഹിച്ചിട്ടുള്ള പങ്ക് ഒക്കെ പരിശോധനയിൽ എടുത്തുകൊണ്ട് ആളുകൾ ഇത്തരത്തിൽ ചിന്തിക്കും. പൊതുവെയുള്ള നമ്മൾ ഓരോ വിഭാഗമായി പരിശോധിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾ എടുക്കുന്ന വിഷയം സ്ത്രീ എന്നതുകൊണ്ടാണ് സ്ത്രീ വോട്ടർമാർ എന്തുകൊണ്ട് വോട്ട് ചെയ്യണമെന്ന ചോദ്യം ചോദിക്കുന്നത്. BJP-ക്ക് എന്താണ് ആത്മവിശ്വാസം നൽകുന്ന ഘടകം? സ്ത്രീ വോട്ടർമാർ നിങ്ങളെ തുടയ്ക്കുമെന്ന പ്രതീക്ഷയ്ക്കുള്ള അടിസ്ഥാനം എന്താണ്? ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്ന വനിതാ സംവരണം 33% വനിതാ സംവരണം അത് കൃത്യമായി നടപ്പിലാക്കിയ മോദി സർക്കാരിന് കീഴിൽ ഇന്ന് ഈ കേരളത്തിൽ ഉൾപ്പെടെ നമുക്കറിയാം UDF-ന്റെ ഒരു വനിതാ പ്രതിനിധിയാണ് ഇന്ന് പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിക്കുന്നത്. LDF-ന്റെ 3 സ്ഥാനാർത്ഥികൾ. പക്ഷേ 5 സ്ഥാനാർത്ഥികളാണ് BJP-ക്കുള്ളത്, അതായത് NDA-ക്കുള്ളത്. അതായത് ഞങ്ങൾ 33% അടുത്ത് എത്തുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇന്നും അവർക്ക് ആ ഒരു വനിതാ സംവരണം പൂർത്തീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഈ പറയുന്ന കഴിഞ്ഞ 60 വർഷക്കാലം ഇവിടുത്തെ UPA സർക്കാർ അതുപോലെ തന്നെ CPM കൂടെ മുന്നോട്ട് പോകുമ്പോൾ പോലും വനിതാ സംവരണം അവർക്ക് നടപ്പിലാക്കാൻ സാധിക്കില്ല. കാരണം അവർക്ക് അതിന് താല്പര്യമില്ല എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു വനിതാ സംവരണം നിയമമായി കഴിഞ്ഞതിന് ശേഷം BJP അത് എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട്. അല്ല, അടുത്തെത്തുന്നു. അതായത് 7 സീറ്റുകളാണ് കേരളത്തിൽ വേണ്ടത്. ഞങ്ങൾ 5 സീറ്റുകൾ നൽകി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ അത് പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോഴും അതിലേക്ക് എത്തുന്നില്ല. അതായത് അവർക്ക് വനിതാ സംവരണം എന്ന് പറയുന്നത് ഈ പ്രഖ്യാപനങ്ങൾ മാത്രം തന്നെയാണ്. അത്
വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള, അതായത് വനിതാ ശാക്തീകരണം എന്ന് പറയുന്നത് വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് ഇവിടുത്തെ LDF-നും UDF-നും എല്ലാം. പക്ഷെ ഞങ്ങൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഞങ്ങൾ അത് കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, രാഷ്ട്രീയ പാർട്ടിയാണ്. വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ അത് 2014 മോദി സർക്കാർ വന്നത് മുതൽ ഞങ്ങൾ അത് കൃത്യമായി നടപ്പിലാക്കി ജനങ്ങളുടെ കയ്യിലേക്ക്, സ്ത്രീകളുടെ കൈകളിലേക്ക് എത്തി എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം ഈ തിരഞ്ഞെടുപ്പ് സ്ത്രീ വോട്ടർമാർ ഉൾപ്പെടെ ഞങ്ങൾക്ക് BJPക്ക് കൃത്യമായി വോട്ടുകൾ രേഖപ്പെടുത്തും. അത് മറ്റ് സംസ്ഥാനങ്ങൾ അവിടുത്തെ തിരഞ്ഞെടുപ്പിന്റെ കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത്. കേരളത്തിലെ സ്ത്രീകളും മോദി സർക്കാരിന് അനുകൂലമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിശ്വസിക്കാൻ അവരുടേതായ ഒരുപാട് റീസണുകളുണ്ട്. അനിമ സ്ക്രീൻ മുതൽ രമ്യ ഹരിദാസ് വരെ നോക്കിയാൽ 72 വർഷക്കാലത്തിനിടയിൽ ആകെ 9 സ്ത്രീകളെയാണ് പാർലമെന്റിൽ എത്തിക്കാൻ കേരളത്തിനായിട്ടുള്ളത്. അവിടെയാണ് മത്സരിക്കുന്നവരുടെ എണ്ണത്തിൽ പോലും ഇപ്പോൾ പോലും 33% ഉറപ്പുവരുത്താൻ അതിനുവേണ്ടി സംസാരിക്കുന്നവർക്ക് പോലും കഴിഞ്ഞില്ല എന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നത്. ഈ നിർത്തിയിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സ്ത്രീകളിൽ തന്നെ എത്ര പേർ ജയിച്ച് പാർലമെന്റിൽ എത്തും എന്ന ഒരു ചോദ്യം കൂടി വളരെ പ്രസക്തമാണ്. നമുക്കിനി നമ്മുടെ ഓഡിയൻസിലേക്ക് കൂടി പോകാം, അവർക്ക് ഉള്ളത് ചോദിക്കാം. സ്വാഭാവികമായും വനിതാ പ്രാതിനിധ്യം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, ഒപ്പം തന്നെ നിയമനിർമ്മാണ സഭകളിലേക്കുള്ള 33% സംവരണം നടപ്പാക്കാൻ വൈകുന്നത്, ഇത് പ്രധാന വിഷയമായിരിക്കും. അതിനപ്പുറം നിങ്ങൾ കാണുന്ന വിഷയങ്ങളുമുണ്ട്, ചോദിക്കാം. രാഷ്ട്രീയ പ്രതിനിധികളായി എത്തിയിട്ടുള്ള സഹോദരിമാർ പറഞ്ഞതനുസരിച്ച് ഇന്ത്യയിലെ സ്ത്രീ പ്രാതിനിധ്യം നിയമനിർമ്മാണ സഭകളിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന BJPയും അതിൻ്റെ പിന്നാലെ പോകുന്ന LDF-ഉം വളരെ പിന്നിലായി പോകുന്ന UDF-ഉം അവരുടെ വാദം പറഞ്ഞു കഴിഞ്ഞു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ 7.5 പതിറ്റാണ്ടിലേറെ കഴിഞ്ഞു. ഇപ്പോഴും സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുന്നത് 190 രാജ്യങ്ങളിൽ 142-ാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം UDF-ന് 2 സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, അവരിത്തവണ 1-ലേക്ക് പോയി. 2 ഉണ്ടായിരുന്ന LDF 3-ലേക്കൊന്ന് ഉയർന്നു. BJP 5 എന്ന് പറയുന്നു. ശരി, ജയിച്ചു വരുന്നവർ എത്രയെന്ന് നമുക്ക് കണ്ടറിയണം. സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുന്നത് 79-ൽ തുടങ്ങിയ ഒരു കാര്യമാണ്. സെഡോ കൺവെൻഷൻ, ഐക്യരാഷ്ട്രസഭ തുടങ്ങിയത് മുതൽ നമ്മൾ ഇങ്ങോട്ട് കാത്തിരിക്കുകയാണ് തുല്യ പ്രാതിനിധ്യത്തിന് വേണ്ടി. ഭരണഘടനയും അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളിൽ പെടുന്ന സഹോദരിമാർ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ അവർ തന്നെ അവരുടെ രാഷ്ട്രീയ പാർട്ടികളിൽ ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആരോടാണ് ചോദ്യം? ആരോടാണ് ചോദ്യം? UDF-ന്റെ. ശരി, ഏറ്റവും പ്രാതിനിധ്യം കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞു, പക്ഷെ പാർലമെന്റിൽ 33% സംവരണം ഇപ്പോൾ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട പാർട്ടിയാണ്. അത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല. ആദ്യം തന്നെ പറയട്ടെ, മാഡം പറഞ്ഞതുപോലെ മുൻനിരയിലോടുന്ന സ്ത്രീ സംവരണത്തെക്കുറിച്ചുള്ള കാര്യം വരുമ്പോൾ, സ്ത്രീ സംവരണ നിയമമാണെങ്കിൽ പോലും മുൻനിരയിലോടുന്നത് കോൺഗ്രസ് ആണ്. ഒരു സ്ത്രീപക്ഷവാദിയാണ് അങ്ങ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന സംഘടനയിൽ നിന്നുള്ള ഒരു പ്രതിനിധിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ, പ്രേക്ഷകർ കൂടി അറിയട്ടെ. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ശ്യാമള കോയിക്കൽ, തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമെന്നുള്ള നിലയിലാണ് പങ്കെടുക്കുന്നത്. ശരി, സ്ത്രീകളുടെ പ്രാതിനിധ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന സംഘടനയുടെ അംഗമാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ വനിതാ സംവരണ ബില്ല് രാജ്യസഭയിൽ പാസ്സാക്കിയത് എന്നാണെന്ന് മാഡം മനസ്സിലാക്കണം. ഇത് UPA-യുടെ 2004-ലെ പൊതു മിനിമം പരിപാടിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ്. 1974 മുതൽ തുടങ്ങിയതാണ് ഈ സ്ത്രീ സംവരണം നടപ്പിലാക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത്. 2004-ൽ UPA-യുടെ പൊതു മിനിമം പരിപാടിയായി കൊണ്ടുവന്ന ഒരു ബില്ലാണ് വനിതാ സംവരണ ബില്ല് എന്ന് പറയുന്നത്. നിയമ നടപടികളും മറ്റുള്ളവരുടെ എതിർപ്പും മറികടന്നുകൊണ്ട് നമ്മുടെ സഖ്യകക്ഷികളായവർ ഇതിൽ നിന്നും പോകും, UPA-യിൽ നിന്ന് വിട്ടുപോകുമെന്ന് ജനതാദളും JDS പോലുള്ള RJD പോലുള്ള സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ പറഞ്ഞിട്ടും
10 ഈ ദീപ, 9 അത് മാർച്ച് 9 ചരിത്രമാണ് അല്ല അല്ലേ? പറയട്ടെ ചരിത്രം പറഞ്ഞു വരട്ടെ. ഓക്കേ. മാർച്ച് 9 ഇത് രാജ്യസഭയിൽ പാസ്സാക്കുകയും ആ ബില്ലിന് ഇപ്പോഴും പ്രാബല്യത്തിൽ ഇരിക്കുകയുമാണ്. ഈ ബില്ല് പാസ്സാക്കുമ്പോഴും പിന്നെ വേറൊരു കാര്യം ആലോചിക്കണം, 10 വർഷമായി ഇപ്പോൾ ഇവിടെ ഭരിക്കുന്ന മോദി ഗവൺമെന്റ് ഈ ഇലക്ഷനോടനുബന്ധിച്ച് 33% പറയട്ടെ ഇന്റർഫിയർ അല്ല ഞാൻ പറയട്ടെ അല്ല നിങ്ങൾക്ക് ഈ ഘടകകക്ഷികളുടെയോ മറ്റാരുടെയോ കാല് പിടിക്കാതെ സ്വന്തം നിലയിൽ 33% അത് ചെയ്തിട്ടുണ്ടല്ലോ. തദ്ദേശ അല്ല ബേസിക്കലി ഈ സംവരണം അല്ലല്ലോ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകാൻ കഴിയുന്നതും ഏറ്റവും കൂടുതൽ പ്രായോഗികമായി സ്ത്രീകൾക്ക് താഴെത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്നതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ സംവരണമാണ്. അത് നടപ്പാക്കിയത് രാജീവ് ഗാന്ധിയാണ്. അത് മാഡം മറന്നുപോയോ? ഇന്ന് 33 വനിതാ സംവരണം വേണമെന്ന് പറയുമ്പോൾ 50% എത്തി നിൽക്കുന്നത് രാജീവ് ഗാന്ധി എന്ന് പറയുന്ന ആ ഒരു പ്രധാനമന്ത്രിയുടെ ആർജവം ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ മാത്രം മതിയെന്നാണോ? രാജ്യസഭയിൽ ഞങ്ങൾ വനിതാ സംവരണം തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പൊന്നും ഔദാര്യമല്ല, അത് അവകാശപ്പെട്ടത്. പിന്നെ ഈ ഒരു ബില്ല് ഇപ്പൊ കൊണ്ടുവന്നു. എന്തുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു തീർക്കട്ടെ സഹോദരി, ഞാനൊരു കാര്യം പറഞ്ഞു തീർക്കട്ടെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആദ്യം 50, ഇപ്പൊ 1/3 സംവരണം കഴിഞ്ഞു. ഇപ്പൊ 50% സംവരണവും ഇടത് സർക്കാരിന്റെ നേട്ടം അവർ പറയും. ഇത് അതൊന്നുമല്ല, ഇടത് സർക്കാരിന്റെ നേട്ടമൊന്നുമല്ല. 33 സംവരണം കൊണ്ടുവന്നതും വനിതകൾക്ക് ശാക്തീകരണം നൽകിയതും രാജീവ് ഗാന്ധി തന്നെയാണ്. പറഞ്ഞു തീർക്കട്ടെ. രാജ്യസഭയിൽ വനിതാ സംവരണ ബില്ല് പാസ്സാക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ 10 വർഷം ഉണ്ടായിരുന്നവർക്ക് ഇപ്പൊ മാത്രമേ സമയം കിട്ടിയുള്ളൂ ഈ ബില്ല് പാസ്സാക്കാനായിട്ട്? ഈ ബില്ല് എന്നിട്ട് ഈ ബില്ലിന്റെ ആധികാരികത എന്താണ്? ഈ ബില്ല് എന്ന് പാസ്സാക്കും? ഞാൻ പറയട്ടെ, ഈ ബില്ല് പാസ്സാക്കിയത് കൊണ്ട് മാത്രം നടപ്പാക്കിയെന്ന് ഈ ബില്ല് പാസ്സാക്കിയത് കൊണ്ട് മാത്രം നടപ്പാക്കിയെന്ന് എങ്ങനെ അവകാശപ്പെടും? ഇത് നടപ്പാക്കിയിട്ടില്ല സഹോദരി. ഇത് നടപ്പാക്കണമെങ്കിൽ 2021 മുതൽ പെൻഡിങ്ങിൽ കിടക്കുന്ന സെൻസസ് പൂർത്തിയാക്കണം. സെൻസസ് പൂർത്തിയാക്കിയതിനു ശേഷം അതിന് പ്രകാരമുള്ള പാർലമെന്റ് മണ്ഡലങ്ങളുടെ വിഭജനത്തിന് ശേഷം മാത്രമേ നടപ്പാകൂ. അതിന് എത്ര കാലം പിടിക്കും? അടുത്ത പ്രാവശ്യം വരുന്നത് നരേന്ദ്രമോദി ഗവൺമെന്റ് അല്ല. പാസ്സാക്കണമെന്ന് നിർബന്ധമില്ലാത്തതുപോലാണല്ലോ ഇപ്പൊ പറയുന്നത്. നിർബന്ധമുള്ളത് കൊണ്ടാണ് രാജ്യസഭയിൽ പാസ്സാക്കിയത്. യുപിയുടെ പൊതു മിനിമം പരിപാടിയായിട്ട് കൊണ്ടുവന്നതാണ്. സമൂഹത്തിലെ സ്ത്രീകളുടെ ആരും എതിർത്തിട്ടില്ലല്ലോ. എതിർത്തത് നയങ്ങളെയാണ്. ഈ ഒരു ബില്ല് കൊണ്ടുവന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയെടുത്തെന്ന് ഞാൻ ചോദിക്കട്ടെ സഹോദരി, നിങ്ങൾക്ക് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടി കൊണ്ടുവന്ന രാഷ്ട്രീയ പാർട്ടി പോലും എന്തുകൊണ്ട് 33% സംവരണം ഇവിടെ കൊണ്ടുവന്നില്ല? നോക്കിയാൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ വനിതാ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത് BJP ആണ്. നിങ്ങൾ കഴിഞ്ഞ തവണ മത്സരിച്ച ഒരു വനിതയെ മാറ്റിയാണ് സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയെ കൊണ്ടുവന്ന് ഇവിടെ മത്സരിപ്പിക്കുന്നത്. അപ്പോൾ അത് അവർക്ക് മാറി നിൽക്കേണ്ടി വന്നു. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഷമാ മുഹമ്മദിന് പരസ്യമായി രാഹുൽ ഗാന്ധിയുടെ തീരുമാനം പോലും ഇവിടെ നടപ്പിലാക്കുന്നില്ല എന്ന് പറയുന്നത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. ഷമാ മുഹമ്മദിന്റെ പേഴ്സണൽ ആയിട്ടുള്ള നിങ്ങൾ ഇടപെടാതിരിക്കും. രാഘവ് സംസാരിച്ചപ്പോ ഞാൻ ഇടപെട്ടില്ലല്ലോ. രാഘവ് ഒന്ന് അടങ്ങി നിൽക്കൂ. ഞാൻ പറയട്ടെ, വെറുതെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. പറയട്ടെ, ഞാൻ പറയട്ടെ. ഇത് 10 സ്ഥാനാർത്ഥിയെ വേണമെങ്കിലും 12 സ്ഥാനാർത്ഥിയെ വേണമെങ്കിലും 20 എണ്ണത്തിൽ സ്ത്രീകളെ വേണമെങ്കിലും നിർത്താൻ തോക്കും ഉറപ്പുള്ളവർക്ക്, സ്ഥാനാർത്ഥിയെ ഓടിച്ചിട്ട് പിടിച്ച് നിർത്തുന്നവർക്ക് എത്ര പേരെ വേണമെങ്കിലും നിർത്താം. അതല്ല 20 സ്ഥാനാർത്ഥികളിൽ ഒരാള് ഞങ്ങളുടെ സിറ്റിംഗ് MP തന്നെയാണ്. അല്ല മോശമൊന്നുമല്ല, മോശം പറയട്ടെ. അല്ല BJP നിർത്തിയ തോക്കും എന്നാ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറല്ല, സ്ത്രീ ആയിട്ടല്ല നിൽക്കുന്നത്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കട്ടെ എങ്കിൽ സ്ത്രീകൾ. BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലില് കേരളത്തിൽ നിന്നാൽ ഒരു സ്ഥാനാർത്ഥിയും ജയിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഓടിച്ചിട്ട് സ്ഥാനാർത്ഥിയെ പിടിച്ച് നിർത്തപ്പോ 12-ലോ 15-ലോ 20-ലോ വേണമെങ്കിൽ നിർത്താം. പക്ഷേ ഞങ്ങളുടെ സിറ്റിംഗ് MP ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ബഹളം ഉണ്ടാക്കരുത്.
ഞങ്ങളുടെ സിറ്റിംഗ് എം പിയെ ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ സിറ്റിംഗ് എം പിയെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഞങ്ങളുടെ 19 മറ്റ് സീറ്റുകളിൽ നിർത്തിക്കുന്ന സിറ്റിംഗ് എം പിമാരെയാണ്. ഒരു സീറ്റില് ജയിക്കാൻ പറ്റുന്ന ഞാൻ പറയട്ടെ, രാജ്യസഭയിൽ ഞങ്ങൾ വിട്ടത് ഒരു വനിതയാണ്. അതെന്താ മറന്നുപോയത്? ഉറപ്പുള്ള ഒരു രാജ്യസഭയിൽ ആരാ വിട്ടത്? തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. അവിടെ ഈ രമ്യ ഹരിദാസിനെ ജയിക്കാൻ താല്പര്യം അല്ലെങ്കിൽ ജയിക്കുമെന്ന് ഉറപ്പുള്ള മറ്റൊരു വനിതാ സ്ഥാനാർത്ഥി അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വനിതയെന്നോ മറ്റുള്ളതൊന്നും അല്ല. ഞങ്ങളുടെ ഏറ്റവും വലിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇന്ത്യ മുന്നണി 28 രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണിയായ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് BJP എന്ന് പറയുന്ന ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന, ഭരണഘടനയെ ഈ രാജ്യത്ത് ഇല്ലാതാക്കുന്ന, BJPയുടെ ഭരണം ഇല്ലാതാക്കുക എന്നുള്ളത്. അതിന് ഇവിടെ നിന്നും ഞങ്ങളുടെ 19 MP മുൻപ് പോയവര് ക്രിയാത്മകമായ MP അവരുടെ വിജയത്തിൽ ഞങ്ങൾക്ക് യാതൊരു അതിനൊരു ചാൻസ് എടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ ജയിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഷാനിമോൾ ഉസ്മാൻ തന്നെ അവിടെ നിൽക്കുമായിരുന്നു. പക്ഷേ അതിന് മുൻപുള്ള ശ്രീ KC വേണുഗോപാൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിന് മുൻപുണ്ടായിരുന്ന MP അവിടെ ഇപ്പൊ മത്സരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഒരു ചാൻസ് ഇന്ത്യയുടെ ഭാവിയാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനം. നിങ്ങൾ സ്ത്രീകളെ നിങ്ങളെയൊക്കെ അധികാരത്തിലേറ്റുമ്പോൾ ഞങ്ങൾ സ്ത്രീജനങ്ങൾക്ക് വളരെ വലിയൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷകൾക്ക് ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. എന്താണ് സ്ത്രീ പ്രാതിനിധ്യം? സ്ത്രീ പ്രാതിനിധ്യം പോലും നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് കുറിച്ചുകൊണ്ട് അത് മതി എന്ന് പറയുന്ന ഇടയ്ക്ക് വെച്ച് പോരാ. ഇവിടെ സ്ത്രീകളുടെ അവകാശം, അധികാരം, സ്ത്രീകളുടെ അധികാരം കൈയടക്കി വെച്ചിരിക്കുന്ന പുരുഷാധിപത്യ സമൂഹത്തിനോടാണ് നിങ്ങളെ പോലുള്ള ജനങ്ങളെ ഞങ്ങൾ പറഞ്ഞു വിടുന്നത് ചോദിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ തുല്യത, നമ്മുടെ 33% നടപ്പിലാക്കാൻ നിങ്ങൾ പ്രയത്നിക്കുമെന്നും നിങ്ങൾ അതിനുവേണ്ടി മുൻകൈ എടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. BJPയോട് ഇപ്പൊ BJP നേരത്തെ പറഞ്ഞത് തന്നെയാണ് 5 സ്ത്രീകളെ നിർത്തിയത് തെരഞ്ഞെടുപ്പിന്റെ ഒരു പറ്റിക്കൽ തന്ത്രം തന്നെയാണ്. അതൊരു തെരഞ്ഞെടുപ്പിന്റെ ഒരു തന്ത്രം തന്നെയാണെന്ന് സാധാരണ എല്ലാ ജനങ്ങൾക്കും മനസ്സിലാകുന്നു. ഇവിടെ ജയിക്കില്ല എന്നുറപ്പുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ നിർത്താമെന്നതായിരുന്നു സ്ത്രീകളുടെ സുരക്ഷ. മോദി സർക്കാരിന്റെ സ്ത്രീ സുരക്ഷ പറഞ്ഞു. മണിപ്പൂർ വിഷയം മാത്രമേ ഞാൻ ഇവിടെ ഓരോ വിഷയമായിട്ട് ഞാൻ മറുപടി പറയാം. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ഇപ്പൊ പറഞ്ഞത്, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഇവിടെ മറുപടി പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഒരിക്കലും, അതായത് ഇപ്പോൾ അവർ പറഞ്ഞ ഈ 30 ആണ്ട് മുൻപും ഈ 33% സംവരണം കൊണ്ടുവരാൻ അവർക്ക് താല്പര്യമില്ല. ഇപ്പോഴും അത് തന്നെയാണ് നേരത്തെ 33% സംവരണം കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് UPA ഗവൺമെന്റ് 2004 അത് രാജ്യസഭയിൽ പാസ്സാക്കിയത്. വെറുതെ ഇരുന്ന് അതൊന്നും പറയരുത്. രാജ്യസഭയിൽ പാസ്സാക്കിയത് ലോകസഭയിൽ അവരുടെ ലോക്സഭയിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ലോകസഭയിൽ നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളോടാണ് മറുപടി പറയേണ്ടത്. അല്ല, ആ ചോദ്യത്തിൽ ഒറ്റ കാര്യം ഞാൻ ആഡ് ചെയ്യാനുള്ളത്, 10 വർഷം സമയം ഉണ്ടായിരുന്നു. 2 തവണയും നിങ്ങൾക്ക് പാസ്സാക്കാൻ ഉള്ള ഭൂരിപക്ഷം ഉൾപ്പെടെ ഉള്ള സമയമായിരുന്നു. ഈ സെപ്റ്റംബർ വരെ കാത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ പറയട്ടെ 60 വർഷക്കാലം ഇവിടെ UPA സർക്കാർ ഈ ഇവിടെ 33% അല്ല ഞാൻ പറയട്ടെ, അല്ല UPA സർക്കാരുകൾ ഭരിച്ചിട്ടും അവരും മറ്റു സർക്കാരുകൾ ഇവിടെ ഭരിച്ചപ്പോഴും ഞങ്ങളുടെ സർക്കാർ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് 3-4 തവണ ഞങ്ങൾ ഈ ബില്ല് പാസ്സാക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷെ ഭൂരിപക്ഷം രാജ്യസഭയിൽ മറുപടി പറയാം. കാരണം അതിനുശേഷം ലോക്സഭയിൽ ഇവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്ത് ഇവർ പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് അത് മാറ്റി നിർത്തിക്കൊണ്ട്, പക്ഷെ 2014 ശേഷം ഞങ്ങൾ നടപ്പിലാക്കിയ ഓരോ 370 ഉൾപ്പെടെ ഓരോ നിയമങ്ങളും കൃത്യമായി ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ്, ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ഞങ്ങൾ അത് നടപ്പിലാക്കിയത്. പക്ഷേ 33% വനിതാ സംവരണം എന്ന് പറയുന്നത് അത് എല്ലാ പാർട്ടികളുടെയും പിന്തുണയോടുകൂടി ഞങ്ങൾക്ക് നടപ്പിലാക്കണം എന്നുള്ള തീരുമാനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ 9ാം വർഷത്തിൽ ഞങ്ങൾ നടപ്പിലാക്കിയത് എല്ലാവരുടെയും
കൃത്യമായിട്ടുള്ള സമ്മതത്തോടു കൂടി അതിന് നടപ്പിലാക്കണം. മുൻപ് ഇല്ല, കൊണ്ടുവന്നാലും ആരും അതിന് എതിർക്കില്ല. മുന്നേ ആരും സമ്മതിക്കില്ല. ഈ അല്ല, ഞാൻ പറയട്ടെ, ഞങ്ങൾ വന്ന് 10 വർഷമല്ലേ ആയിട്ടുള്ളൂ. ഞങ്ങളുടെ 9-ാം വർഷം നടപ്പിലാക്കിയല്ലോ. ആ നടപ്പിലാക്കിയത് ഞങ്ങൾ ഇവിടെ പ്രവർത്തിച്ച് കാണിച്ചല്ലോ. അല്ല, പ്രവർത്തിച്ച് കാണിച്ചല്ലോ. അല്ല, ദീപയുടെ കോൺഗ്രസ് പാർട്ടി ഇവിടെ ഒരാളെ ഞങ്ങൾ 5 സ്ഥാനാർത്ഥികൾ നിങ്ങൾ 33% എന്താ നിർത്താത്തത്? 7 സ്ഥാനാർത്ഥികളെ എന്താ നിർത്താത്തത്? നിങ്ങൾ എല്ലാവരും പറയട്ടെ. 19 സിറ്റിംഗ് സീറ്റ് ഇവർക്ക് എംപിമാരുണ്ട്. അതിൽ ഏത് സീറ്റിൽ വനിതകളെ നിർത്തിയാൽ ഇവർക്ക് ജയിക്കാൻ സാധിക്കും? പക്ഷെ ഇവര് നിർത്തിയത് 2 സീറ്റിൽ. ഞാൻ പറയട്ടെ, പകുതിയിലധികം വരുന്ന സ്ത്രീകൾക്ക് പ്രകടന പത്രികയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഓഫർ ചെയ്യുന്നത് എന്തൊക്കെയാണ്? അത് മതിയായതാണോ എന്ന ഒരു കാര്യം കൂടി. വന്നിട്ടുള്ളവരിൽ ഈ പ്രകടന പത്രിക, ഓരോ പാർട്ടികളുടെയും പ്രകടന പത്രിക നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? സ്ത്രീകൾക്ക് മതിയായിട്ടുള്ള കാര്യങ്ങൾ അതിൽ അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ടോ? സുരക്ഷയായാലും തൊഴിലായാലും മറ്റ് വിധത്തിലുള്ള കാര്യങ്ങളായാലും സംരക്ഷണമായാലും ഒക്കെ അങ്ങനെ ഓഫർ ചെയ്യുന്നുണ്ടോ? പ്രകടന പത്രിക ആശാവഹമെന്ന് പറയാൻ പറ്റില്ല. UDFിൻ്റെ പ്രകടന പത്രികയിൽ 50% തൊഴിൽ മേഖലയിൽ സംവരണമെന്ന് പറയുന്നു. മറ്റ് വിഷയങ്ങളെ അവർ പരാമർശിച്ചിട്ടില്ല. ആ രീതിയിലാണ് പോകുന്നത്. പ്രകടന പത്രികകൾ ഒട്ടും സ്ത്രീകളെ സംബന്ധിച്ച് ഒട്ടും ആശാവഹമല്ല എന്നാണ്. ലോകത്തിലെ 47 രാജ്യങ്ങളിൽ 50%-ലധികം നിയമനിർമ്മാണ സഭകളിൽ പ്രാതിനിധ്യമുണ്ട്. 6 രാജ്യങ്ങളിൽ 50%-ലധികം പ്രാതിനിധ്യമുണ്ട്. നമ്മളിപ്പോഴും 15%-ൽ പോലും എത്താത്ത ഇന്ത്യ ഡെമോക്രസിയുടെ കാര്യത്തിൽ ഏറ്റവും പ്രഗത്ഭമായ അല്ലെങ്കിൽ വളരെ പ്രാമുഖ്യമുള്ള ഒരു രാജ്യമായി കണക്കാക്കപ്പെടുമ്പോഴും 15%-ലപ്പുറത്തേക്ക് സ്ത്രീ പ്രാതിനിധ്യം വരാത്ത രാജ്യത്ത് നിന്നുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന 3 സഹോദരിമാരുടെ മുന്നിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് തന്നെ അവരെക്കുറിച്ച് പറയുവാൻ യാതൊരു ധാരണയുമില്ലാത്ത വിധത്തിലാണ് സംസാരിക്കുന്നത്. UDFിൻ്റെയോ LDFിൻ്റെയോ BJPയുടെയോ സഹോദരിമാർക്ക് പ്രകടന പത്രികയെക്കുറിച്ചോ സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ചോ യാതൊരു രൂപമുള്ളതായി പ്രത്യേകിച്ചും പറയാനുള്ളത് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിൻ്റെ പ്രതിനിധിയോട് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് 33% എന്നാണ് നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. അതായത് സെൻസസും നിയോജക മണ്ഡലങ്ങളുടെ പുനർനിർണയവും വെച്ച് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന. അതിനോടൊപ്പം തന്നെ ചോദിക്കാനുള്ളത് കൂടി ചോദിച്ചോളൂ, നമുക്ക് ഇനി സമയം കുറവാണല്ലോ. സ്ത്രീ വിഷയങ്ങളിൽ ഒട്ടേറെ കാര്യങ്ങളൊന്നും ആശാവഹമായി പ്രകടന പത്രികയിൽ കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇവരൊക്കെ പക്ഷേ BJP അഡ്രസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് സ്ത്രീകൾ. നാരീശക്തി മന്ദന അധീനിയം എന്ന് പറയുന്ന ഒരു പരിപാടിയെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ പ്രകടന പത്രികയിൽ അതിന് വിശദമായ യാതൊരു വ്യാഖ്യാനങ്ങളും ഇല്ല. മണിപ്പൂരാണ് നമ്മുടെ മുന്നിലുള്ള വിഷയം. നമ്മുടെ മുന്നിൽ കത്തി നിൽക്കുന്ന മണിപ്പൂരിനെ കുറിച്ച് യാതൊന്നും പറയാനില്ലാത്ത BJP സഹോദരിയോട് എന്ത് ചോദിക്കാനാണുള്ളത്? മറുപടി പറയാം. ഞങ്ങൾ 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഞങ്ങൾ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞിട്ടുള്ള നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെപ്പോലുള്ള ഇല്ലെങ്കിൽ ഈ ചർച്ച കാണുന്ന ഒരുപാട് അമ്മമാർ ജൻധൻ അക്കൗണ്ട്, ഇപ്പോൾ എന്നോട് സംസാരിച്ച താങ്കൾ തന്നെ, അതായത് ജൻധൻ അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീ ജനങ്ങൾ ഉൾപ്പെടെ ഈ റൂറൽ ഏരിയയിലുള്ളവർക്ക് പോലും ബാങ്ക് അക്കൗണ്ട് സംവിധാനം ഇല്ലായിരുന്നു. 2014 മുന്നേ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നൊരു സംവിധാനം ഇല്ലായിരുന്നു. പക്ഷെ അത് കൊണ്ടുവന്നത് മോദി സർക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സ്ത്രീകൾക്കുൾപ്പെടെ നമുക്കറിയാം, നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള സാധാരണപ്പെട്ട വയസ്സായ, അതായത് പ്രായമായ വാർദ്ധക്യമായിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള അമ്മമാർ പോലും ഇന്ന് ചെറിയൊരു കച്ചവടം ചെയ്യുമ്പോൾ അവിടെ പറയാം QR കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് അവരുടെ സാമ്പത്തിക മേഖല ബാങ്കുകളിലൂടെ നടത്തിപ്പോകുന്ന ഒരു അവസ്ഥ. ഇതുപോലെ ജൻധൻ അക്കൗണ്ട് ആകട്ടെ, സുകന്യ സമൃദ്ധി, ഞാൻ പറയാം, മണിപ്പൂർ വിഷയം ഞാൻ പറയാതിരിക്കില്ല. ജൻധൻ അക്കൗണ്ട് ആകട്ടെ, സുകന്യ സമൃദ്ധി ആകട്ടെ, ഉജ്ജ്വല യോജന ആകട്ടെ, മാതൃവന്ദന യോജന ആകട്ടെ, അതുപോലെ പ്രസവാവധി 12 വീക്കിൽ നിന്നും 26 വീക്കിലേക്ക് മാറ്റി, അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്ന ഞാൻ പറഞ്ഞത് ഇതെല്ലാം തന്നെ 2014 ആദ്യത്തെ മോദി സർക്കാർ വന്നപ്പോൾ നടപ്പിലാക്കിയതാണ്. അതെല്ലാം തന്നെ തുടർന്ന് വീണ്ടും, അതായത് നമുക്കറിയാം ഇന്ന്
പെൺകുട്ടികൾ സ്റ്റെം റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യ മഹാരാജ്യത്ത് പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം കൈവരിക്കുന്ന ഒരു രാജ്യമായി ഇന്ന് മാറിക്കഴിഞ്ഞു. എവിടെയാണ്? അല്ല ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, അതിപ്പോ കേരളത്തിലും നടക്കും. അല്ല ഞാൻ പറയട്ടെ, അത് കേരളത്തിലും നടക്കും. ഉത്തരേന്ത്യയിൽ കൂടുതലും പെൺകുട്ടികൾ വേട്ടയാടപ്പെടുന്നുണ്ട്. ഇല്ല, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു സംവിധാനം. ഞാൻ പറയട്ടെ, ഭ്രൂണഹത്യയൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഒന്നിനും നമുക്ക് ശരിയായിട്ടുള്ള ഉത്തരമോ അന്വേഷണമോ ഒന്നും കണ്ട് ഇല്ല അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളിപ്പോ നമ്മൾ ഈ താമസിക്കുന്ന കേരളത്തിൽ ഉൾപ്പെടെ 2 വയസ്സായ കുട്ടികൾ, പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, അമ്മയോടൊപ്പം കിടക്കുന്ന കുട്ടികൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയ വിവരങ്ങൾ കാണുന്നു. അല്ല ഞാൻ പറയുന്നത് അത് കേരളത്തിൽ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. ഇതിനെതിരെ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ പറഞ്ഞ അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിച്ചു. പീഡിപ്പിച്ച കണക്കുകൾ പറഞ്ഞ് അതിൽ കോൾമേർ കൊള്ളുകയാണോ വേണ്ടത്? അല്ല ഞാൻ പറഞ്ഞത് അവിടെ നിയമ നടപടി അത് കൃത്യമായിട്ട് സ്ത്രീ സുരക്ഷ. ഞാൻ പറയുന്നത് ഈ സ്ഥലങ്ങളിൽ തന്നെ, ഈ പറഞ്ഞ കാര്യങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ തന്നെ കൃത്യമായി അവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. അല്ലാതെ അവരെ സംരക്ഷിച്ചു പോകുന്ന ഒരു സംവിധാനമില്ല. പക്ഷെ കേരളത്തിൽ ഇന്ന് നമ്മൾ എന്താണ് കാണുന്നത്? ഇന്ന് ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പ് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കേണ്ടതാണ്. കാരണം ഇവിടെ ഏതൊരു പ്രവർത്തനം ഇല്ലെങ്കിൽ എന്ത് ഞാൻ പറയട്ടെ അത് ഒരു കാര്യമല്ല. ഞാൻ പറയുന്നത് ഇവിടെ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ലാത്ത ഒരു സാഹചര്യം. പക്ഷേ ഞാൻ പറയട്ടെ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയട്ടെ. മണിപ്പൂർ വിഷയം ഞാൻ പറയാം. മണിപ്പൂർ വിഷയം പറഞ്ഞിട്ടില്ല. മണിപ്പൂർ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ തുടങ്ങിയ, ഇല്ലെങ്കിൽ ഈ മോദി സർക്കാർ വന്നതിന് ശേഷം തുടങ്ങിയ ഒരു സംഭവമേ അല്ല. അത് കാലാകാലങ്ങളായി ലഹളകൾ ഉള്ളതാണ്. അതെ, ആണ് മെയ്ത്തുകളും കുക്കികളും എന്ന് പറയുന്ന 2 വിഭാഗങ്ങളായിട്ടുള്ളതാണ്. അല്ല ഞാൻ പറയട്ടെ, അവിടുത്തെ സ്ത്രീകൾ ഉൾപ്പെടെ അത് പൂർത്തീകരിക്കട്ടെ. അല്ല ഞാൻ പറയട്ടെ, അതിന് കൃത്യമായിട്ടുള്ള മറുപടി. അവിടുത്തെ സ്ത്രീകൾ എന്ന് പറയുന്നത് ഉൾപ്പെടെ അവരുൾപ്പെടെ തോക്കുകൾ എന്തിക്കൊണ്ട് അവിടുത്തെ ഞാൻ പറയട്ടെ അതുകൊണ്ടല്ലോ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലല്ലോ. ആ വീഡിയോ നിങ്ങൾ കാണൂ. ഇല്ല ഞാൻ പറയട്ടെ, അവിടെ സ്ത്രീകൾക്കെതിരെ അനീതി നടക്കുന്നുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കൃത്യമായ ആഭ്യന്തര വകുപ്പും അവിടുത്തെ ആയുധങ്ങൾ വെച്ച് പൂട്ടിയ സ്ഥലം അത് മണിപ്പൂരിലെ സ്ത്രീകൾ തോക്കുകൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണം. മണിപ്പൂരിലെ സ്ത്രീകൾ തോക്കുകൊണ്ടല്ല നടക്കുന്നത്. ഞാൻ പറയട്ടെ, ഉടനെ വ്യവസ്ഥയാക്കും. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് അവിടുത്തെ കലാപം ഇപ്പൊ തുടങ്ങിയതല്ല. അത് ശമിപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി മോദി സർക്കാർ ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷമില്ല. സങ്കടകരമായ അവസ്ഥ തന്നെയാണ് കേരളത്തിലെ സ്ത്രീ സുരക്ഷ. കേരളത്തിൽ നമ്മുടെ സ്ത്രീകൾ, വാളയാർ കുട്ടികളുടെ ദിശ, അമ്പലവയലിലെ കുട്ടി, അട്ടപ്പാടിയിൽ എത്ര കുട്ടികളെ കാണാതാകുന്നത്, എത്ര കുട്ടികളെ മരണപ്പെടുന്നത്, എവിടെ പോകുന്നു? ഏറ്റവും ഒടുവിൽ നമ്മൾ നൈറ്റ് ലൈഫിന് വേണ്ടി തുടങ്ങിയ മാനവീയത്തിൽ പോലും തുടരെ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ തലസ്ഥാന നഗരിയിൽ തന്നെ പലപ്പോഴും സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്ത്രീ സുരക്ഷ ഒരു വിഷയമാണ്. സ്ത്രീ സുരക്ഷയുടെ ഞാനൊന്ന് പറയട്ടെ. സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് ഞാൻ പറയാം. കേരളം ഒട്ടും വ്യത്യസ്തമല്ല. ഞാൻ അതിന് ഉറച്ച നിലപാടുള്ള ആളാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനം മാത്രമാണ് കേരളം. കേരളം ഇന്ത്യയിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന അമേരിക്ക പോലെയോ ബ്രിട്ടൻ പോലെയോ വേറൊരു രാജ്യമല്ല. ഇന്ത്യയിലുള്ള എല്ലാ ന്യൂനതകളും കേരളത്തിൽ ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും കേരളത്തിലടക്കം സ്ത്രീകൾ പൂർണ്ണമായും 100% സുരക്ഷിതരല്ല എന്ന ഉറച്ച നിലപാട്. ഇതിനൊക്കെതിരായിട്ട് നമുക്ക് ഞാനാണ് ഇവിടെ ഏറ്റവും കുറവ് സംസാരിച്ചത്. നഗരപ്രദേശത്തിലടക്കം സ്ത്രീകൾ അത്തരത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. പക്ഷെ വളരെ കൃത്യമായ ആഭ്യന്തര സംവിധാനം നമുക്കുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കില്ല. ഇതൊന്നും ഞാൻ പറഞ്ഞു തീർക്കട്ടെ, ഇതൊന്നും 100% ഒരിക്കലും ഞാൻ ഇതിൽ വാദം ഉന്നയിക്കുന്നില്ല. 2014 മുമ്പ് വരെയുള്ള ഇവിടെ ആകെ പ്രശ്നം 2014 ശേഷം എല്ലാം പെർഫെക്റ്റ് ആയി, ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് കൂടെ വന്നാൽ ഇവിടെ സ്വർഗമാക്കുമെന്നാണല്ലോ ഇപ്പൊ പറഞ്ഞത്. 2014 ശേഷം
സ്ത്രീകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വയലൻസിന്റെ ശതമാന കണക്ക് 97% വർദ്ധിച്ചെന്നാണ്. 97%മാണ് 2014 ശേഷം മാത്രം, അതായത് 10 വർഷ കാലയളവ് കൊണ്ട് വർദ്ധിച്ചേക്കുന്നത് 97%. ഇന്ത്യയിലെ കണക്കാ. ഇനി മറ്റൊരു കണക്ക് പറയാം. 1 മണിക്കൂറിൽ വയലൻസ് നേരിടുന്ന, ക്രൈം നേരിടുന്ന സ്ത്രീയുടെ ശതമാനം 30%മാണ് വർദ്ധിച്ചേക്കുന്നത് 7 വർഷത്തിനിടയിൽ. 30% വർധനവ് കുറവല്ല, 30% വർധനവ്. ഈ 30% എന്ന് പറയുമ്പോൾ അത് കേരളവും ഉണ്ട്, അത് സത്യമാണ്. 29 സംസ്ഥാനങ്ങൾ, നമ്മൾ പണ്ട് സംസ്ഥാനങ്ങളുടെ എണ്ണം കുറവായിരുന്നു, ഇപ്പൊ അതും കൂട്ടി തന്നു, അങ്ങനെ ഒരു ഉപകാരമുണ്ട്. അപ്പൊ സംസ്ഥാനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് അതോടൊപ്പം ഇങ്ങനെ വണ്ടിപ്പെരിയാർ വിഷയം എന്തായെന്ന് മാത്രം മറുപടി പറയുമോ? മണിപ്പൂരിലെ സ്ത്രീകൾ നിങ്ങൾ വണ്ടിപ്പെരിയാർ വിഷയം പറയും, വണ്ടിപ്പെരിയാർ വിഷയം പറയും. അല്ല, വണ്ടിപ്പെരിയാർ വിഷയത്തിന് പ്രതി എവിടെയാണ് എന്നാണ് മറുപടി. അല്ല, അത് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. നടക്കുന്നില്ല. വണ്ടിപ്പെരിയാർ വിഷയത്തിലെ പീഡനത്തിന്റെ പ്രതി എവിടെയാണ്? നിങ്ങൾക്ക് മറുപടി ഇല്ലല്ലോ. അല്ല, നിങ്ങൾക്ക് മറുപടി ഇല്ലല്ലോ. ബിജെപിക്ക് മറുപടി പറയാൻ എന്റെ പട്ടി വരും. അപ്പൊ നല്ല സംസ്കാരമാണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇവിടെ ചോദിച്ച അല്ല, വാളയാറും വണ്ടിപ്പെരിയാറിന് നിങ്ങൾക്ക് മറുപടി ഇല്ല. ബാക്കി 3% ഇരിക്കുന്ന കേരളത്തിലുള്ളവരാ. ഇവിടെ ഉള്ളവർക്ക് അറിയാം, വാളയാറും വണ്ടിപ്പെരിയാറിന് നിങ്ങൾക്ക് മറുപടി ഇല്ലെന്ന്. മറുപടി ഇല്ല. മറുപടി ആരെങ്കിലും പറയും. പിന്നെ നിങ്ങൾ പിന്നെ ആർക്കാ പറയുന്ന മറുപടി? ബിജെപിയോട് ആരും പറയില്ല. ജനങ്ങളോട് പറഞ്ഞാൽ മതി, എന്നോട് മറുപടി പറയണം, നിങ്ങൾ അവരോട് പറഞ്ഞാൽ മതി. അല്ല, കേരളത്തിലെ ശതമാനം കൂടെ പറയണേ. അല്ല, കേരളത്തിലെ ശതമാനം കൂടെ പറയണേ. 33% പോലെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ അല്ല, കേരളത്തിലെ ശതമാനം കൂടെ ഒന്ന് പറയണം. 30% പറഞ്ഞാൽ മതി. അല്ല, കേരളത്തിലെ ശതമാനം കൂടെ ഒന്ന് പറയാം. മോർട്ടാലിറ്റി ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. ബിജെപി ഭരിച്ചിട്ടാണോ? പക്ഷെ വാളയാർ വണ്ടിപ്പെരിയാറിന്റെ മറുപടി മാത്രം സിപിഎമ്മിന്റെ പ്രതിനിധിക്ക് അറിയില്ല. ഉത്തർപ്രദേശിലെ, ഗുജറാത്തിലെ ഓരോ സ്ഥലങ്ങളാണ് പറയാൻ കേരളത്തിൽ ഒരു സ്ഥലമുണ്ടെങ്കിൽ വണ്ടിപ്പെരിയാറോ നിങ്ങൾ അതിന് മറുപടി പറയൂ. നിങ്ങൾക്ക് അതിന് മറുപടി ഇല്ലല്ലോ. ഗുജറാത്തിലെ എത്ര സ്ഥലങ്ങൾ എടുത്തു പറയാൻ പറ്റും? മണിപ്പൂരിൽ തോക്കുകൊണ്ട് നടക്കുന്നതാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ശരണ്യ, നിങ്ങൾ അന്ന് മനസ്സിലാക്കേണ്ടത് 100% സംവരണം സാക്ഷരതയുള്ള സംസ്ഥാനമാണ് കേരളം. സാക്ഷരതയുള്ള സംസ്ഥാനമാണ്. ആ സർക്കാർ ഭരിക്കുന്ന ഒരു പ്രതിനിധിയാണ് പറയുന്നത്.